ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഹിബ. അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീട്ടിൽ പോവാം. ലെറ്റ്സ് ഗോ. കുപ്പിച്ചിള്ള്, ജനാലച്ചിള്ള്, മരത്തിന്റെ ചിള്ള്. എടാ, മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ പറയാനാണ് പറഞ്ഞത്. അതാ AEIOU. അത് വവ്വൽസ്. ചോദ്യം അങ്ങ് മാറ്റിയാ പോലെ മാസേ. ഞാൻ പറഞ്ഞ ഉത്തരം ശരിയല്ലേ? ഒരു മാസമായില്ലാണ് ട്യൂഷൻ വരാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ പഠിച്ചില്ല എന്ന് പറഞ്ഞ കഴിവുകേട് തന്നെയാണ് മാസേ, കഴിവുകേട് തന്നെയാണ്. ആരടാ പഠിപ്പിക്കുന്ന മാസെന്താ? ഇന്നലെ പഠിപ്പിച്ച രണ്ടിന്റെ ഇഞ്ചോടി പറഞ്ഞാണ്. ഓർമ്മയില്ല മാസേ. ഇന്നലെ പഠിപ്പിച്ച പദ്യം ചൊല്ലിക്കാണ്. ഓർമ്മയില്ല മാസേ. പിന്നെ എന്തോ ഓർമ്മ ഉണ്ട്? ഇന്നലെ ചായ കഴിച്ച പക്കാവതയും വെത്തയൊക്കെ ഓർമ്മ ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആഹാ, അതോർമ്മ ഉണ്ടാ? അതങ്ങ് എഴുതി വെച്ചാ മതി പരീക്ഷയ്ക്ക്. മാർക്ക് കിട്ടോ? അരിയുണ്ട കിട്ടും. അരിയുണ്ടെങ്കിൽ അരിയുണ്ട കഴിച്ചോണ്ടിരിക്കാല്ല. മാസേ 4 മണിയായി, ഞാൻ കളിക്കാൻ പോത്താ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാ നിന്നെ കളിക്കാൻ വിടാം. ഞാൻ പറയൂല. ഇപ്പൊ ഒരു ഉത്തരം കത്തിയില്ലേ, ഞാൻ പോത്താ. എന്തൊരു കുതിര സവാരി നടത്തണ വണ്ടി എത്ര പോരാ. എന്തിനാ നമ്മളെ കൂടെ ഇതിൽ വലിച്ചു കയറ്റിയത്? ഒരു അപകടം വന്നാൽ നമ്മൾ ഒരുമിച്ചല്ലേ നേരിടേണ്ടത്. ചില പതുക്കെ പോ. പിന്നെ ഞാൻ 5ാമത്തെ കിരട്ട് പറപ്പിക്കട്ടാ? പറപ്പിച്ചെങ്ങോട്ട്? മേളിലോട്ടാ? എന്റെ അമ്മച്ചി അമ്യൂസ്മെന്റ് പാർക്കാ. അച്ഛാ, എനിക്ക് പേടിയാവണ്. പിന്നെ ഫ്രണ്ട് ഇരിക്കണ ഞാൻ രോമാഞ്ചം കൊള്ളയല്ലേ. പതുക്കെ പോടി. അമ്മ, എന്നെ എവിടെയെങ്കിലും ഇറക്കി വിടോ. എനിക്ക് കുറെ പഠിക്കാറുണ്ട്. ഇറക്കിക്കോടെ. അതിന്റെ ബ്രേക്ക് ഓടെന്ന് പറഞ്ഞാണ്. അല്ലെങ്കിൽ ചാടി രക്ഷപ്പെട്ടോ. അതെ, ഈ ഫ്രണ്ടിൽ ഒരു വണ്ടി നമ്മൾ പെട്ടെന്ന് ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനു ചെയ്യും? വെട്ടിച്ചാ മതി. ഇതെന്തോന്ന്? പ്രാക്ടീസ് പ്രാക്ടീസ്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ. ഞാൻ ഇതിൽ കയറാൻ നേരത്തെ അറിയിച്ച്. ഫ്രണ്ടിൽ വണ്ടി വണ്ടി ബ്രേക്ക് ഓടി ബ്രേക്ക് ഓടി. ഇതിൽ ബ്രേക്ക് എവിടെയാണ്? ആരെങ്കിലും ടോർച്ച് ഒന്ന് കാണിച്ചെന്നാൽ കാണാൻ വയ്യ ഒന്നും. വണ്ടി മാറി മാറി ഇരിക്കല്ലേ. അങ്ങനെ വണ്ടി പഠിച്ച്. നിങ്ങളെന്തെല്ലാരും വെള്ള ഡ്രസ്സില്? മോനെ അഡ്മിഷൻ എടുക്കാൻ വന്നതാണോ? അല്ല, ഇവിടെ കോട്ടൂർക്കുളം മാങ്ങ വിൽക്കാട്ടേക്കണമെന്ന് കേട്ട് അത് വാങ്ങാൻ വന്നത്. ഇവിടെന്ന് പറഞ്ഞാൽ എനിക്കൂടെ വാങ്ങായിരുന്നു. ചുമ്മാ പറഞ്ഞ. പിന്നെ ഇവിടെ സീറ്റ് കുറവാണെന്നാണ് കേട്ടത്. ആര് പറഞ്ഞു? അവിടെ ആവശ്യത്തിന് സീറ്റ് എടുക്കല്ലേ, കാരണം ഇരിക്കും. ഈ സീറ്റല്ല, +2 സീറ്റ്. മോന് എത്ര A+ ഉണ്ട്? സാറ് വിളിക്കണം. A+ന്റെ കാര്യം പറഞ്ഞില്ല, പിയൂൺ വിളിക്കണം. A+ ഇല്ലെന്നങ്ങ് പറഞ്ഞാ പോരെ. മോനെ ഫുൾ A+ ആയിരിക്കും. അതായിരിക്കും ഇത്ര കുന്തളിപ്പ്. അതെ, സയൻസ് വിഷയം എടുത്തേ അവൻ ഡോക്ടർ ആവാൻ പോകുന്നു. ആയത് തന്നെ. നിങ്ങളുടെ മോനോ? അവൻ ഹ്യൂമാനിറ്റീസ് എടുത്ത് പോക്കരിയിലെ വിജയ് അവൻ ആഗ്രഹിക്കുന്നു. നോക്കിയിരുന്നു, നാട്ടിലെ വലിയ പോക്കരിയാവും. വീട്ടിൽ അച്ഛന് സുഖം തന്നെയല്ലേ? ഇൻഡയറക്റ്റ് ആയിട്ട് തന്തയ്ക്ക് വിളിച്ചതല്ലേ? അതെ, ഈ പ്രസവം സൗകര്യം ഇല്ല. അതെ, ഈ ഫോമിന് കേൾക്കാൻ താല്പര്യമില്ല. അറിയടി. പോയിസ് അടിച്ചു രഘു. ഫുഡ് പോയിസണാ? വിഷമൊന്നും കിട്ടാതെ വന്നപ്പോഴേ പോയിസൺ എടുത്ത് കഴിച്ചാണ്. അല്ലാതെ ഇങ്ങനെ ഫുഡ് പോയിസൺ വരാൻ? സിൽസില ഹോട്ടലിലെ ഞണ്ട് കറി സുലൈമാന്റെ ബൂസ്റ്റ് ഇട്ട ജിഞ്ചർ സോഡ നമ്മളെ ചതിച്ചളഞ്ഞു. ബൂസ്റ്റ് ഇട്ട സോഡ നീ കാഞ്ഞു പോവാത്തത് ഭാഗ്യം. അങ്ങനെയൊന്നും നമ്മളെ തളർത്താൻ പറ്റൂല. ഹോസ്പിറ്റലിൽ വരണ വഴിക്ക് ആംബുലൻസിന്റെ അകത്തിരുന്നേ ബാക്കിയുന്ന ജിഞ്ചർ സോഡ നമ്മുടെ ട്രിപ്പ് വഴി അകത്താക്കിയിട്ടാണ് ഈ ഇരിപ്പ് ഇരിക്കണത്. ഇയാൾ മനുഷ്യനൊന്നും അല്ല അച്ഛാ, ഏലിയൻ, തനി ഏലിയൻ. അല്ല രഘു, നിങ്ങൾ രണ്ടുപേരും കൈവീശിയ വന്നത്. ഞമ്മല്ലതും ഇല്ലേ? നിനക്ക് ഈ കിടപ്പ് കിടന്നിട്ട് മതിയായില്ല ജമാലെ. ഈ കിടപ്പ് ഞമ്മക്ക് ബർക്കത്തില്ലേ രഘുവേ. നമ്മളെ കാണാൻ വരുന്നവർ ഞമ്മക്ക് ഓരോ സാധനങ്ങൾ കഴിക്കാൻ കൊണ്ടുപോയി. ഇതൊരു അച്ചീവ്മെന്റ് ആയിട്ട് കൊണ്ട് നടക്കരുത് ജമാലി മാമ. നിങ്ങൾ വയറ് അറിഞ്ഞു കഴിക്കും. വയറ് അറിഞ്ഞല്ല, നമ്മളെ പോളിസിയിൽ വയറ് അറിഞ്ഞാണ് കഴിക്കാനുള്ളത്. ട്രിപ്പ് ഇട്ടതൊക്കെ കഴിഞ്ഞാ കാണാനില്ല കയ്യിലൊന്നും. ഡോക്ടർ പറഞ്ഞു വല്ലത് കഴിക്കണമെങ്കിൽ ട്രിപ്പ് തരണോന്ന്. നമ്മൾ നോക്കിയപ്പോ ട്രിപ്പ് തുള്ളിയായിട്ട് വീണതേ ഉള്ളൂ. പിന്നെ ഒന്നും നോക്കില്ല, ട്രിപ്പ് അങ്ങ് കുടിച്ച് തീർത്ത് നമ്മള്. ഇങ്ങനെ പിടിച്ച അസുഖത്തിന് പോലും പിന്നീട് തോന്നിക്കണം ഇങ്ങനെ ദേഹത്ത് കയറണ്ടായിരുന്നു. രഘു, ഓരൊരു ആപ്പ് എടുത്ത് കൊടുത്താണ്. വേണ്ട അമ്മ, ഞാൻ എടുത്ത് കഴിച്ചോളാം. അനക്ക് കഴിക്കാനല്ല ചെയ്താനേ ഞമ്മക്ക് കഴിക്കാൻ കഴുകിക്കൊണ്ട് വരാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് വേണം സിൽസില ഹോട്ടലിലെ കൊഞ്ചേറി ട്രൈ ചെയ്യാൻ. ഇന്ന് അടിപൊളി വീഡിയോ ആണ്. നിങ്ങൾക്ക് കണ്ടന്റ് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം.